ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ബീഫ് പരാമർശം ആവർത്തിച്ച് കൊല്ലം എം പി എൻ.കെ. പ്രേമചന്ദ്രൻ. സൈബർ ആക്രമണത്തെ താൻ മുഖവിലക്കെടുക്കുന്നില്ലെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ പറഞ്ഞു. എം പിയുടെ പരാമർശത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സ്പീക്കർക്കും പോലീസിനും പരാതി നൽകുമെന്നും ബിന്ദു അമ്മിണി മീഡിയ വണ്ണോട് പറഞ്ഞു. ഫാത്തിമയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ്. പന്തളത്ത് നടന്ന UDF വിശ്വാസ സംരക്ഷണ പദയാത്രയുടെ സമാപനത്തിൽ MP നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. ബീഫ് നൽകിയാണ് ബിന്ദു അമ്മിയെയും രഹ്ന ഫാത്തിമയെയും കനകദുർഗയും പോലീസ് ശബരിമലയിൽ എത്തിച്ചതെന്ന പരാമർശത്തിനെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് പ്രേമചന്ദ്രന് നേരെ ഉണ്ടായത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ചാണ് പ്രസ്താവനയെന്നും പ്രേമചന്ദ്രൻ ആവർത്തിച്ചു. ഈ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയ, ദുർബലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പിൻബലത്തിൽ, സുപ്രീം കോടതിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അന്നത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്ത സമീപനം. സ്ത്രീ പ്രവേശന വിഷയത്തിൽ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നുവെന്ന് ബിന്ദു അമ്മിണി പറഞ്ഞു. അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിന്ദു അമ്മിണിയുടെ പേരും ശബരിമലയുടെ പേരും ബീഫ്, രഹ്ന ഫാത്തിമ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ബോധപൂർവമായിട്ട് സമൂഹത്തിൽ അക്രമവും ഒക്കെ തന്നെ അഴിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ വിഷയം മുൻപ് UDF നേതാക്കൾ പറഞ്ഞപ്പോൾ ഇത്രയും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല. തിരഞ്ഞെടുപ്പുകൾ അടുക്കവേ സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും സജീവമാക്കാനുള്ള നീക്കത്തെ കരുതലോടെയാണ് CPM നോക്കിക്കാണുന്നത്. മീഡിയ 1 കൊല്ലം.